ചോദിക്കുകയാണ്. ഇപ്പോൾ നടി പാർവതി തന്നെ ഡയറക്റ്റായിട്ട് ടെലിഫോൺ ലൈനിൽ ചേർന്നിട്ടുണ്ട്. ശ്രീ പാർവതി, ഇതിനകത്ത് ഈ താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ ഒരു വാചകമുണ്ട്. കോടതിയിൽ പോയാൽ സിനിമയിൽ അവസരം നഷ്ടപ്പെടുത്തും, വെച്ചേക്കത്തില്ല, അതുകൊണ്ട് മൊഴി കൊടുത്തത് തന്നെ ധാരാളം, ചെയ്തത് മതി, ഇനി നടപടി ഉണ്ടാവട്ടെ. മാലാപാർവതി താങ്കളോടാണ്. മാലാപാർവതിയാണ് ടെലിഫോൺ ലൈനിലുള്ളത്. ഈ ഒരു സെന്റൻസ് അതിനകത്തുണ്ട് എന്ന വാദം യോജിക്കാനാവാത്തതാണ്. പിന്നെ അല്ലല്ല, അങ്ങനെയാണെങ്കിൽ മൊഴി കൊടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്? അതല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത്? അതാണോ താങ്കൾ ചെയ്യുന്നത്? അതെ, മറ്റൊരാൾ പറഞ്ഞതിനെ കുറിച്ചാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് പൊതുവെ ഉള്ള ധാരണ. അങ്ങനെയാണെങ്കിൽ രേവതി സമ്പത്ത് കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, ആ കുട്ടിക്ക് സപ്പോർട്ട് കിട്ടിയല്ലോ എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയൊന്നും വെച്ചേക്കാതിരിക്കത്തൊന്നും ഇല്ല. ഇപ്പോ രഞ്ജിനി പറഞ്ഞതിനെതിരെ ഞാൻ ഇപ്പോ ഞാൻ പരാതി കൊടുക്കാൻ പോവാ. ബിക്കോസ് ഷീ ഹസ് ബീൻ എന്തൊക്കെയോ പറയുന്നത്, ഷീ ഹസ് ബീൻ ബോട്ടോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് അത് എന്താണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്താണ് പറഞ്ഞത്? എന്റെ മൊഴി ഒരു ഹിയർസേ ഞാൻ കൊടുത്ത, ഞാനും ഈ രഞ്ജിനി പറയുന്നത് പോലെ തന്നെ ഇതൊന്നും ലീക്ക് ആവില്ല എന്നുള്ള വാക്കിന്റെ പുറത്താണ് ഞാൻ ഹേമ കമ്മിറ്റിയിൽ പരാതി കൊടുത്തത്. ആൻഡ് ദെൻ ഈ ഹിയർസേ ആയിട്ട് ഞാൻ പറഞ്ഞു, ഒരു കുട്ടി പറഞ്ഞു കേട്ട ഒരു കാര്യം അവർ കേസെടുത്തപ്പോ അത് ആ പെൺകുട്ടിക്ക് ഇത് പുറത്തു വരാൻ താല്പര്യമില്ല. ഈ വിഷയം ഇത് പുറത്തു വിടരുത്, അതിനെന്തെങ്കിലും വകുപ്പുണ്ടോ, എങ്ങനെയാണ് ആ കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുക എന്നാണ് ഞാൻ സുപ്രീം കോടതിയിൽ ചോദിച്ചത്. And what she's trying to say is, I've been bought. My goodness. എങ്ങനെയാണ്, how can she say that? She has been attacking me for a long time. I don't know what her issue is. ഞാൻ എന്തായാലും കേസ് കൊടുക്കാൻ ആലോചിക്കുകയാണ് ഇപ്പൊ ഈ പറഞ്ഞത്. It's so derogatory. അല്ല, അതായത് രഞ്ജിനി, ഇപ്പോൾ മാലാപാർവതി താങ്കൾ പറഞ്ഞതിനെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. താങ്കൾ അത് ശ്രദ്ധിച്ച് കാണുമല്ലോ. അതായത് മറ്റുള്ളവരുടെ പ്രേരണയാൽ മാലാപാർവതി അങ്ങനെ ചെയ്തു എന്നാണല്ലോ താങ്കൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു മൊഴി വന്നു, ഒരു FIR രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആ FIR രജിസ്റ്റർ ചെയ്തതിനെതിരായിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചു. അത് മറ്റുള്ളവരുടെ പ്രേരണയിൽ ആണെന്നാണല്ലോ താങ്കൾ പറയുന്നത്. അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ മാലാപാർവതി പറയുന്നത്. ചെയ്യട്ടെ. കാരണം നമ്മളെല്ലാവരും ഹിയർസേനെ എങ്ങനെ വരുന്നു? ആ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, ദിസ് ഇസ് നോട്ട് എ ഹിയർസേ. അങ്ങനെ എടുക്കുമ്പോൾ എങ്ങനെ മാലാപാർവതി ഹിയർസേനെ പറയുന്നത്? പിന്നെ അത് മാത്രമല്ല, രഞ്ജിനി ഹിയർസേ ആയിട്ട് എന്നോട് ഹേമ മാം ചോദിച്ചു, നിങ്ങൾക്ക് അനുഭവം ഉണ്ടായില്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞു കേട്ടത് അറിയാമോ? ഞാൻ പറഞ്ഞു, എന്നോട് ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് FIR ഇട്ടു. ആൻഡ് ദാറ്റ് വാസ് ഹിയർസേ അപ്പോൺ ഹിയർസേ. ഒരു കേസ് FIR എന്റെ അനുഭവമല്ല, അത് വേറെ ഒരാളുടെ ഹിയർസേ പ്രകാരം ഒരു കേസ് അവിടെ FIR ഇട്ടു വെച്ചു. ആൻഡ് ദെൻ മെറിൻ മാമിനോട് ഞാൻ പറഞ്ഞു, മാം ഇത് വേറൊരാളുടെ ആണ്, ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് ആ ലേഡിയെ ഫോൺ ചെയ്തു. അപ്പൊ ഷീ സെഡ്, ഹൗ ഡെയർ യു ടുക്ക് മൈ നെയിം. ഞാൻ നിങ്ങളോട് രഹസ്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. സോ ഐ വാസ് ഇൻ എ ഫിക്സ്. അതുകൊണ്ടാണ് ഞാൻ സുപ്രീം കോടതി പോയത്. എന്റെ കാര്യം പറയരുതെന്ന് പറയാനല്ല, എന്റെ കാര്യം എല്ലാവർക്കും അറിയാം. ഞാൻ എല്ലാവരോടും ഓപ്പൺ ആയിട്ട് പറഞ്ഞാണ്. അപൂർവ രാഗത്തില് ഒരു തമിഴായിട്ടൊരു ആക്ടർ ഗ്രൂപ്പ് ചെയ്ത വിഷയമാണ്. എവ്രിബഡി നോസ്. അതിനകത്ത് ഒരു രഹസ്യമില്ല. അത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് ഇതിനകത്ത് ഒരു ഭയവുമുള്ള കാര്യമല്ല. എന്നെ ആരും വായിക്കാൻ 2 വിഷയമാണ് വന്നത്. അതർ വൺ വാസ് ഒരു വിഷയമുണ്ട് അതിനകത്ത്. അത് ആ കുട്ടിയുടെ പേര് പുറത്തു വരുന്നത് അതിന് താല്പര്യമില്ല. സോ അപ്പൊ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ സുപ്രീം കോടതിയിൽ പോയത്. ഫോർ യുവർ ഇൻഫർമേഷൻ. ശ്രീമതി മാലാപാർവതി, അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, താങ്കളെ ഇങ്ങനെ തെറ്റിദ്ധരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ ആ സെന്റൻസ് വായിച്ചത്. താങ്കളുടെ മനസ്സിൽ ഈ മൊഴി കൊടുത്തവർ, ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി കൊടുത്തവർ അത് അന്വേഷണ സംഘത്തിലും കൊടുക്കണം എന്നതാണോ, മറിച്ച് ഇവിടെ FIR ഇടേണ്ട എന്നതാണോ? അങ്ങനെ ഒരു സന്ദേഹം അതിനകത്ത് വരുന്നുണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞത് പരാതി കൊടുത്താൽ, കോർട്ടിൽ പോയി മൊഴി കൊടുത്താൽ ഒരു അപകടവും ആർക്കും സംഭവിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ കൊടുക്കാത്തത്, എന്റെ വിഷയം എന്ന് പറയുന്നത് ഒന്ന് ഹിയർസേ ആണ് FIR ആയിപ്പോയത്. അൺഫോർച്ചുനേറ്റ്ലി നോട്ട് മൈ ഇഷ്യൂ. മനസ്സിലായോ? ഇവിടെ നേരത്തെ TB മിനി പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചോ എന്ന് കേട്ടില്ല. താങ്കൾ കേട്ടിട്ടുണ്ടാവില്ല. അവർ TB മിനി പറഞ്ഞതും മാലാപാർവതി ഇങ്ങനെ സുപ്രീം കോടതിയിൽ പോയത് കൊണ്ട് മറ്റു കേസുകളെയും ഇത് ബാധിച്ചിട്ടുണ്ട് എന്നാണ്. അല്ലേ ശ്രീമതി TB മിനി? അതല്ലേ താങ്കൾ ഉദ്ദേശിച്ചത്? ഒരിക്കലുമില്ല. എന്റെ വിധി ഞാൻ മഞ്ജുഷ അയച്ചു തന്നതാണ്. അതിനകത്ത് ഞാൻ പറഞ്ഞത് ഇതാണ്, ഒരൊറ്റ മിനിറ്റ്, ഞാൻ പറഞ്ഞത് ഇതാണ്. അതായത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കേസാണെങ്കിൽ പോലും അവിടെ നിന്ന് വരുന്ന ഒരു വെർഡിക്റ്റ്
മറ്റുള്ള എല്ലാ കേസുകളെയും ബാധിക്കും. അതായത് ഹൈക്കോടതികളിലെ എല്ലാ കേസുകളെയും ബാധിക്കും. സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെന്റ് കേരള ഹൈക്കോടതിനെ അത് ബാധിക്കുകയാണ്. അപ്പൊ സുപ്രീം കോടതിയിൽ പോയിട്ട് നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് എനിക്കൊരു വിരോധമില്ല. ഞാനിത് പറയുന്നത് സുപ്രീം കോടതിയുടെ വേർഡിക്റ്റ് ബൈൻഡിങ് ആണെന്നുള്ളത് ഒരു പൊതു തത്വമാണ്. എന്റെ വെർഡിക്റ്റ് അവർ വായിച്ചു നോക്കിയാൽ അതിനകത്ത് യാതൊന്നും ഇതിനകത്ത് കേസ് മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്ന് ഒരു വരി പോലും ഇല്ല. അതായത് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി കൊടുത്ത മറ്റുള്ളവർക്ക് അന്വേഷണ സംഘത്തിന് മുന്നിൽ അവരവരുടെ മൊഴികൾ കൊടുക്കുന്നതിൽ തടസ്സമില്ല അല്ലേ? ഇല്ല, പിന്നെ ഒരിക്കലുമില്ല. ഇവർ നമ്മൾ പറയുന്ന ഒരാളുടെ കൺസെന്റിനെ കുറിച്ചാണ്. ഒരു പെൺകുട്ടി അവരുടെ വാല്യൂ ഇല്ലേ? ഒരാളുടെ പേര് അനാവശ്യമായിട്ട് ഹേമ മാഡം അത് ആ കുട്ടിയുടെ പേര് റെക്കോർഡ് ചെയ്തു. പേര് പറയല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടാ പോയി. എന്റെ പേര് 1000 വട്ടം പറയാം. എന്റെ വിഷയങ്ങളെല്ലാം ഓപ്പൺ ആണ്, എല്ലാവർക്കും അറിയാം. എന്റെ പേര് എന്ത് വേണേ പറയാം, ഒരു പ്രശ്നമില്ല എനിക്ക്. ഞാൻ എന്റെ വിഷയം ഇപ്പൊ പോലും ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. ഞാൻ പറഞ്ഞിരുന്നത് എന്താണെന്ന് അപൂർവരാഗം എന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, എന്റെ സമയമാണല്ലോ. ഈ വിഷയത്തില് മാലാ പാർവതി ആ സ്പെസിഫിക് കേസിൽ അത് പറഞ്ഞു. ഞാനതില് സ്പെസിഫിക് കേസിൽ മാലാ പാർവതി പറയുന്നതിൽ ന്യായമുണ്ട്. പക്ഷെ ഇപ്പോൾ സർക്കാർ എന്തു ചെയ്തു എന്നുള്ള ക്വസ്റ്റ്യന് സർക്കാർ എല്ലാം ചെയ്തു എന്നാണ് മാലാ പാർവതി പറഞ്ഞത്. അവിടെയാണ് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ ദൈവമേ, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. മാഡം അത് വായിച്ചോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ചോദിച്ചത് അവര് പാർവതി തിരുവത്ത് പറഞ്ഞേക്കുന്നു സർക്കാർ എന്തൊക്കെയാണ് ചെയ്തത്, ഇനി എന്തെങ്കിലും 5 വർഷമായി എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന്. ഞാൻ പറഞ്ഞു അവർ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം എന്താണ് WCCക്ക് അല്ലെങ്കിൽ പാർവതി തിരുവത്തിനും വേണ്ടതെന്ന് വ്യക്തത വേണം, അതൊന്ന് ക്ലാരിറ്റി വേണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. കാരണം അവര് പിന്നെ ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അക്കാഡമിയിൽ. WDC വളരെ വിജിലന്റ് ആയിട്ട് ഓരോ പ്രാവശ്യവും എവിടെയെല്ലാം IC ഉണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്ന് അന്വേഷിച്ചു വരുന്നുണ്ട്. അവര് ഓരോരുത്തരെയും വിളിച്ചു ചോദിച്ചു, എന്നെ തന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ അവിടെ IC ഉണ്ടോ, അവിടെ ആരാണുള്ളത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവർ ട്രെയിനിങ് പ്രോഗ്രാം നാസ്കറ്റ് ഹോട്ടൽ കഴിഞ്ഞ ദിവസവും വെച്ചു. ഒരു വസ്തുവിടെ കരട് രേഖ 3 പേര് WCCയുടെ പങ്കെടുക്കുന്നുണ്ട്. ഇവര് അതിനുശേഷം ഈ SIT രൂപീകരിച്ചു കൊടുത്തു. SIT വെച്ചപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ പോവാതിരിക്കുള്ളൂ. TV മിനി പറഞ്ഞു ബോധമില്ല, ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യും, വളരെ വൃത്തിയുടെ സ്ത്രീയാണ്. ശരി, ഞാൻ മാത്രമാണല്ലോ അങ്ങനെയെന്ന് വിചാരിച്ചിരുന്നപ്പോ വേറെ ആർക്കും കേസിന് പോയില്ല. അപ്പൊ ഞാൻ അത്ഭുതമായി പോയല്ലോ. അവർക്കൊന്നും പരാതി. മാലാ പാർവതി, ഇതിനകത്ത് പാർവതി തിരുവോത്തിനൊരു മറുപടി ആയിട്ടാണല്ലോ താങ്കൾ പറഞ്ഞത്. താങ്കൾ അതിലൊരു സെന്റൻസ് പറയുന്നുണ്ട്, കോടതിയിൽ പോയി നമ്മുടെ പരാതി പറയാതെ, നമ്മുടെ പക്ഷം പറയാതെ നിയമ നടപടി ഉണ്ടാകണം എന്ന് പറയുന്നതിലെ ഔചിത്യം മനസ്സിലാകുന്നില്ല. ഇത് അവരെ കൂടി ഉദ്ദേശിച്ചാണോ? പാർവതി തിരുവോത്തും അങ്ങനെ കൊടുത്തിട്ടില്ലേ, മൊഴി കൊടുത്തിട്ടില്ലേ? ഇല്ല ഇല്ല, അങ്ങനെയാണെങ്കിൽ എല്ലാം റിജക്ട് ചെയ്യൂലല്ലോ. ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾ നോക്കൂ, എനിക്കും പോലീസിന്റെ ഭാഷയൊന്നും അറിയില്ല. ഞാനും ഈ വാർത്തകളിൽ നിന്നാണ്. എല്ലാ കേസും ക്ലോസ് ചെയ്തു. പാർവതി തിരുവോത്തിന് പരാതി ഉണ്ടെന്ന് പാർവതിയുടെ ഇന്റർവ്യൂകളിൽ നിന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പാർവതി തിരുവോത്തിന്റെ കേസും ഉൾപ്പെടെ എല്ലാം ക്ലോസ് ചെയ്തു. രേവതിയുടെ മാത്രമേ ഉള്ളൂ ഇപ്പൊ കോടതിയിൽ. അപ്പോൾ പാർവതി തിരുവോത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു അന്വേഷണ സംഘം, പക്ഷെ അവർ പോയില്ല എന്നാണോ? എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എന്തുകൊണ്ടാണ് നമ്മളെല്ലാം നോക്കൂ. ഞാൻ പാർവതി തിരുവോത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ജീവിച്ചിരിക്കാൻ ഭാഗ്യം ഉണ്ടായ ഒരാളെന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ആളാ മഞ്ജുഷേ. എനിക്ക് അത്ര ഇഷ്ടമാണ് അതിനെ. അതെന്താണ് ഇങ്ങനെ ഒരു ഇലക്ഷന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സമയത്ത് എന്താണ് ഗവൺമെന്റ് 5.5 വർഷം കൊണ്ട് ചെയ്തത് എന്ന് പുച്ഛരൂപേണ ചോദിച്ചു, പരിഹാസിച്ചപ്പോ എന്താണ് ഇവർക്ക് വേണ്ടത് മനസ്സിലാവുന്നില്ല. കാരണം അവരോട് ഗവൺമെന്റിനോട് സഹകരിക്കണമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ കേസിന് ഞാൻ സഹകരിച്ചേനെ, എനിക്ക് കേസില്ല. ഒരു ഹിയർസ്റ്റേ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞാൽ ആ പെൺകുട്ടി തമിഴ്നാട്ടിലെ ഒരു ആക്ടറാണ്. അതിനെ വിളിച്ചു ചോദിച്ചപ്പോ എന്റെ പേരെങ്ങാണോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് എന്റെ നേരെ വഴക്കിട്ടു. അപ്പൊ മാഡത്തെ ഉപയോഗിച്ചിട്ട് മാഡം കേട്ടത് ഞാൻ പേടിച്ചു പോയി. എനിക്ക് ഞാൻ അവരോട് തലയെ കൈവച്ച് പറഞ്ഞതാണ്. ഇവരുടെ ഒന്നും പേര് പറഞ്ഞത് ഒരൊറ്റ വരി ഇവിടെ പറയുന്നത് പുറത്ത് പോകില്ല പാർവതി എന്ന് വാക്ക് തന്നതിന്റെ പുറത്താണ് ഞാൻ ഹേമ കമ്മിറ്റിയിൽ സംസാരിച്ചത്. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഈ കുട്ടിയുടെ പേര് പുറത്തു വന്നു, ഹിയർസ്റ്റേന്ന് കേസ് ഇട്ടേക്കുന്നു. ഞാൻ പറഞ്ഞു ദൈവമേ. രഞ്ജിനി മാഡം കുറെ നാളോട് പറയുകയാണ് കുറെ നാളൊന്നും പറയുന്നില്ല, ഞാൻ ഇന്നാണ് പറഞ്ഞത്. കാരണം അത് ഷൈൻ ടോമിന്റെ കാര്യത്തില്. കാരണം നമ്മളെല്ലാവരും സ്ത്രീകളല്ലേ, നമുക്കറിയാം ആ സിനിമയിലെ എങ്ങനെ പീപ്പിൾ ആർ ഹാൻഡിലിംഗ് അസ്, റൈറ്റ്? അപ്പോൾ അന്നത്തെ ഇന്റർവ്യൂവിൽ പാർവതി എന്താ ചെയ്തത്? അവർ ഒരു വിൻസിനെ കളിയാക്കിയല്ലേ സംസാരിച്ചത്. ദാറ്റ് ഈസ് വാട്ട് ഐ സെഡ്.
That is not right. ഞാൻ ഒരാളെ Because you are- കളിയാക്കി സംസാരിച്ചിട്ടില്ല. Maybe you Parvati, don't understand മലയാളം. നോക്കൂ, ഞാൻ I ആരെ do കളിയാക്കിയിട്ടില്ല. understand. I No, do no, I understand don't the think way so. you said. ഞാൻ I do കളിയാക്കിയിട്ടില്ല. understand. ഞാൻ കളിയാക്കിയിട്ടില്ല. എന്റെ ഭാഷ ഞാൻ എടുത്തു പറയാം. സ്റ്റേറ്റ് ബോർഡ് വാങ്ങിച്ച് മിടുക്കിയായ ഒരു പെൺകുട്ടി എന്തിനാ പേടിക്കുന്നത്? ആരെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞാൽ ഉറക്കെ പോടാന്ന് പറഞ്ഞാൽ പോരെ എന്നാണ് ഞാൻ ചോദിച്ചത്. ആ അല്ല, സമയത്ത് എല്ലാവർക്കും പുറത്തു വന്നിട്ടില്ല. അല്ല ആ പാർവതി, സമയത്ത് പേര് പുറത്തു വന്നിട്ടില്ല. ആ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കൊടുത്തിട്ട് അതാണ് ഞാൻ ഇന്റർവ്യൂ കൊടുക്കുന്നത്. അന്ന് ഞാനതിന് you see, കളിയാക്കുന്നത്. ഓക്കെ, ഡിഫറെന്റ് പീപ്പിൾ ആർ ഡിഫറെന്റ് ടൈപ്സ് അല്ലേ? അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമല്ലോ. പോടാണ് ഇപ്പൊ എങ്ങനെ പറയാം? ഇതെല്ലാം സെൻസിറ്റീവ് ആണ്, മാറ്റർ ആണ് പാർവതി. നമ്മളെല്ലാം ബിക്കോസ് യു ഓൾസോ ലോയർ, യു ഓൾസോ ലോയർ, നിയമം അറിഞ്ഞ ആള്, യു നോ. ഓക്കെ, ലോ അറിഞ്ഞ വ്യക്തിയല്ലേ? ലോ അറിഞ്ഞ വ്യക്തിയല്ലോ. നിയമം പഠിച്ചിട്ടുണ്ട്. പിന്നെ സൈക്കാട്രിസം സൈക്കോളജിയും പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോ നമുക്കറിയണ്ടേ, നമ്മൾ സംസാരിക്കുമ്പോ. രഞ്ജിനി, എന്നെ സംബന്ധിച്ച് ഞാൻ പറയും, എല്ലാവരും നമുക്ക്, ഞാൻ സൈക്കോളജി തന്നെ പറയാം. നോക്കൂ, നമ്മള് ഹി ഹാസ് റോങ്ഡ് മീ എന്ന് പറയുന്ന ആ ഒരു മൈൻഡ് സെറ്റിൽ ജീവിച്ച യു വിൽ ഗെറ്റ് ഹ്യൂമർ, യു വിൽ ഗെറ്റ് സിസ്. ഓക്കെ, നമ്മൾ അതിൽ നിന്നും ഉയരണം. പ്രത്യേകിച്ച് ഐ ഹാവ് വർക്ക് വിത്ത് വിൻസി. I know she is not a person who is very, she is a very empowered girl. ആ കുട്ടിക്ക് എല്ലാം അറിയാം. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ആ കുട്ടികൾ. വളരെ മിടുക്കിയാണ്. ഷൈനിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവര് പോടാന്ന് പറഞ്ഞാൽ തീരുവ പ്രശ്നം. ഐ നോ, അതുകൊണ്ടാണ് ഞാൻ എന്തിനെ കുറിച്ച് പേടിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചത്. ഐ നോ ദിസ് വേറൊരു സിറ്റുവേഷൻ ആണ്. എല്ലാവരും മറ്റു ചില കാര്യങ്ങൾ ഉടനെ അറിയും. ആ സമയത്ത് ഇത് നമുക്ക് വീണ്ടും ചർച്ചയ്ക്ക് എടുക്കാം. വിൻസിയുടെ ഷൈനെ തൽക്കാലം അത് ശരി, അത് മാറ്റിവെക്കാം. മാല പാർവതി, താങ്കൾ ഇപ്പോൾ പറഞ്ഞ കാര്യം, ഇതിനു മുൻപ് ഈ ഷൈൻ്റെ കാര്യമല്ല, അതിനു മുമ്പ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യം, അതിന് TV മിനിയുടെ ഒരു മറുപടിയുണ്ട്. മിനി, മാല പാർവതി പറഞ്ഞ കാര്യങ്ങളിൽ ക്ലാരിറ്റി കുറവുണ്ടോ ഇല്ലയോ? മാല പാർവതി ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യം, ഒരു ഹിയർസേ ആയിട്ട് എൻ്റെ അടുത്ത് ഒരു കുട്ടി പറഞ്ഞ കാര്യവും ഞാൻ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ പോയി പറഞ്ഞു. ഒന്നാമത് അത് പറയാൻ പാടില്ല. രണ്ട്, അവിടെ പറഞ്ഞു ആ കുട്ടിയുടെ പേര് നോട്ട് ചെയ്യപ്പെട്ടു. അതിനെതിരെ ആ കുട്ടി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സുപ്രീം കോടതി വരെ പോയത്. അത് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു. ശരി, ഒരു പെൺകുട്ടി അവർക്ക് താല്പര്യമില്ലാതെ ആ കംപ്ലൈൻറ്റ് മുന്നോട്ട് പോകാൻ പാടില്ല. അത് തന്നെയായിരുന്നു കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്. അത് പക്ഷേ പ്രൊസീജിയറലായിട്ട് ക്ലോസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പം ഇത് സുപ്രീം കോടതിയിൽ നിന്ന് ഈ വിധി വന്നതിന് ശേഷം യഥാർത്ഥത്തിൽ പ്രതികളായിരിക്കുന്ന മുഴുവൻ ആളുകളും ഈ പെൺകുട്ടികളെ ത്രട്ടൻ ചെയ്യുകയും ഈ പെൺകുട്ടികളെ പല രീതിയിൽ സ്വാധീനിക്കും. കാരണം വർഷങ്ങൾ കഴിഞ്ഞൊരു ഇഷ്യൂ ആണ്. ആണുങ്ങളെക്കാൾ കൂടുതൽ പെൺകുട്ടികൾക്ക് തന്നെയാണ് ഈ വിഷയം പുറത്തു വരുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അവർക്കൊരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സാധനം അങ്ങോട്ട് പോയി. അത് ഈ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ചിലപ്പോൾ അവരുടേത് മാത്രമായിട്ടുള്ള ഒരു കാര്യമായിട്ടായിരിക്കും ചെയ്തത്. പക്ഷേ ഇൻ റിസൾട്ട് ആ പ്രൊട്ടക്ഷൻ പോവുകയും എല്ലാ പെൺകുട്ടികളും പറഞ്ഞവരെല്ലാവരും പുറകോട്ട്. എങ്കിലും 6-7 കേസ് എടുക്കുകയും ചെയ്തല്ലോ, പ്രധാനപ്പെട്ട പല ആളുകളെയും എടുത്തില്ലേ കേസ്. അപ്പം അതും ഇപ്പം ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം ഇന്നലെയും കേസ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ സർക്കാർ പറഞ്ഞു പല ആളുകളെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഡ്രാഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഒറ്റ പോയിന്റേ ഉള്ളൂ, അതിൽ മാലാ പാർവതി പോയല്ലോ സെക്ഷൽ ഹരാസ്മെന്റ് വിഷയം അല്ല നമ്മളെ സംബന്ധിച്ച് കുറേ കൂടി സീരിയസ് ആയിട്ടുള്ള വിഷയം. പക്ഷെ മാലാ പാർവതി പറയുന്നു മറ്റുള്ളവർ എന്തുകൊണ്ട് പോയില്ല? ഇപ്പോൾ പാർവതി തിരുവോത്ത് പോയില്ല. പാർവതി തിരുവോത്ത് പോകാത്തത് എന്താണെന്ന് മാലാ പാർവതി ചോദിക്കുന്നുണ്ട്. ഇതേ പാർവതി തിരുവോത്ത് തന്നെ അതേ സമയത്ത് തന്നെ സർക്കാരിനെതിരെയും നിലപാടെടുക്കുന്നു. അല്ല, പാർവതി തിരുവോത്ത് ചോദിച്ചത് സെക്ഷൽ ഹരാസ്മെന്റ് കാര്യം മാത്രമല്ലല്ലോ. എന്തായ റിപ്പോർട്ടും മേൽ സർക്കാർ എന്തൊക്കെ പറഞ്ഞിരുന്നു? കോൺക്ലേവ് പറഞ്ഞിരുന്നു, പിന്നെ നിയമം പറഞ്ഞിരുന്നു, പ്രൊട്ടക്ഷൻ പറഞ്ഞിരുന്നു. അപ്പൊ അതിനെ സംബന്ധിച്ച് അറിയാത്ത മാലാ പാർവതി WCC പ്രതിനിധീകരിച്ച് എനിക്ക് തോന്നുന്നു ജോളി ചെറിയത്തൊക്കെ പോകുന്നുണ്ട്. WCCയുടെ പല പ്രതിനിധികളും ഈ പറഞ്ഞ ഡിസ്കഷനുകളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി സർക്കാർ മുഴുവൻ കേസുകളും ക്ലോസ് ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ ഇടയിൽ അങ്ങനത്തെ ഒരു സംഭവത്തിൽ ഞാനും നിങ്ങളും അടക്കം ഈ വിഷയത്തിൽ ഇനിയൊരു വിഷയം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ചോദിക്കുമല്ലോ, സർക്കാർ എന്ത് ചെയ്തു എന്ന് ചോദിക്കാൻ റൈറ്റ് എല്ലാവർക്കും ഉണ്ട്. ആ റൈറ്റിൽ പാർവതി തിരുവോത്ത് ആ ചോദിച്ചതിൽ ഒരു തെറ്റുമില്ല എന്നാണ് ഞാൻ കാണുന്നത്.
ശരി മാലാപാർവതി വീണ്ടും മിനി അത് തന്നെയാണ് പറയുന്നത്. അതായത് സർക്കാരിനെ താങ്കൾ എന്തിന് ബ്ലൈൻഡ് ആയിട്ട് പിന്തുണയ്ക്കുന്നു എന്നാണ്. TB മിനി അഡ്വക്കേറ്റ് TB മിനിക്ക് അത് ചോദിക്കാം. എനിക്ക് അതിന്റെ ക്ലാരിറ്റി ഇപ്പോഴും ഇല്ല. ഗവൺമെന്റ് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ കാഴ്ചപ്പാടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതായി തന്നെയാണ് ഞാൻ കാണുന്നത്. വിധു വിൻസെന്റിന്റെ പോസ്റ്റും ഞാൻ കണ്ടു, മനസ്സിലായില്ലേ? അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടുണ്ട്. നമുക്ക് നേരിട്ട് അറിവുണ്ട്. ഈ കരട് രേഖയുടെ ചർച്ചയിൽ പത്മപ്രിയ അടക്കമുള്ള ആൾക്കാർ അവിടെ പോകുന്നുണ്ട്. കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ എന്ത് ചെയ്തു എന്നൊരു ഇലക്ഷൻ വരുന്ന ഒരു സമയത്ത് ടപ്പോ എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതിനകത്ത് എനിക്ക് പാർവതി തിരുവോത്തിനെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു. ബാക്കിയുള്ളവരെ പോലെ അല്ല. എനിക്ക് വളരെയധികം ആ കുട്ടി തെരഞ്ഞെടുപ്പൊക്കെ ഇതിനകത്ത് വിഷയമാക്കേണ്ടതുണ്ടോ? അതൊക്കെ പാർട്ടിയുടെ കാര്യമല്ലേ? എന്താണ് അല്ല തെരഞ്ഞെടുപ്പ് സമയം എന്നൊക്കെ പറഞ്ഞത് താങ്കൾ അതെന്താണ്? ഞാൻ പറഞ്ഞ എനിക്ക് പരിഹസിച്ച രീതിയോട് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് നമുക്ക് പറയാമല്ലോ. വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അല്ലേ മഞ്ജുഷ്? അത് തീർച്ചയായിട്ടും വ്യക്തിപരമായ അഭിപ്രായം പറയാം. പക്ഷേ ഇതിനകത്ത് മാലാപാർവതിക്കും അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് ഉണ്ടല്ലോ. പക്ഷെ ഇരകളെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പരാതി. ഞാൻ ചോദിച്ചത് ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോ എന്തെല്ലാം കാര്യങ്ങളാണ് സർക്കാർ ചെയ്യേണ്ടത് പാർവതി തിരുവോത്ത് ഇനിയും ക്ലാരിറ്റി വരുത്തണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. എന്താണ് 1, 2, 3 എന്ന് പറഞ്ഞാൽ അക്കോട്ട് പറയാം. ഇന്നതൊക്കെയാണ് നടക്കേണ്ടത്. കോൺക്ലേവ് നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ കോൺക്ലേവിനുള്ള കരട് രേഖ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത് എവിടെയാണ് വരുന്നത്? അതിപ്പോ ഇന്നതാണ്, ഇത് നടന്നില്ല 1, 2, 3 എന്ന് പറയാലോ. ഇതിനകത്ത് SIT ആൾക്കാർ ഉടനെ എടുക്കുന്നത് എന്താ? ഞാൻ എടുത്തത് എന്താ? പിന്നെ എന്താ സെക്ഷൽ ഹാരസ്മെന്റ് നടന്നത്, ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാനത് എടുത്തു. മഞ്ജു, ഈ വിഷയം ഇപ്പോ ചർച്ച ചെയ്തത് സർക്കാർ കാരണം കൊണ്ടാണ്. മാലാപാർവതിയും മനസ്സിലാക്കേണ്ട കാര്യം, പാർവതി തെരുവോത്ത് ഈ ഇലക്ഷൻ ടൈമിൽ പറഞ്ഞതല്ല. ഈ വിഷയം ചർച്ചയാക്കിയത് സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റാണ്, പോലീസ് ഡിപ്പാർട്ട്മെന്റാണ്. അവർ ഈ കേസുകളെല്ലാം ഈ ഇലക്ഷൻ സമയത്ത് ക്ലോസ് ചെയ്യുന്നു എന്ന് പറയുന്ന റിപ്പോർട്ട് മീഡിയയ്ക്ക് കൊടുത്തതും അത് ചർച്ചയാക്കിയതും പോലീസാണ്, SIT ആണ്. അല്ലാതെ പാർവതി തെരുവോത്തോ ഞാനോ ഒന്നുമല്ല. ഈ വിഷയം അങ്ങനെ മീഡിയ ചർച്ച ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ചർച്ചയുടെ ഉള്ളിൽ ആളുകൾക്ക് ഇത് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അല്ലാണ്ട് ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാരിന്റെ വകുപ്പിലുള്ള പോലീസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം പറയേണ്ടതല്ലേ? ഒരു തർക്കമില്ല, ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ല. പക്ഷെ വിയോജിപ്പുകൾ നമ്മൾക്കുണ്ട്. എനിക്കുണ്ട്, എനിക്ക് വിയോജിപ്പുണ്ട്. എനിക്ക് സർക്കാർ ചെയ്ത കാര്യങ്ങളെ കാണാതെ പോയോ എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ഞാൻ പാർവതിയോട് വ്യക്തിപരമായി 10 രൂപയുടെ ഓപ്പൺ കത്താണ്. ഞാൻ WCCയോട് സംസാരിച്ചിട്ടില്ല. പാർവതി എന്താണ് ഉദ്ദേശിക്കുന്നത്? കേസ് കൊടുത്തോ, SIT രൂപീകരിച്ചു, ആരും സഹകരിച്ചില്ല, അത് പോയി, അത് ഊരന്ന് പോയി. അപ്പൊ എന്താണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ക്ലാരിറ്റി വേണം എന്ന് ഞാൻ പറഞ്ഞു. അതിനെന്താ കുഴപ്പം? ശരി, ഇപ്പോൾ ശ്രീജിത്ത് പണിക്കരും രാഹുൽ